കരൺ തേജ്പാല് സംവിധാനം ചെയ്ത 2023 പുറത്തിറങ്ങിയ ഒരു കിടിലൻ ഡ്രാമ ത്രില്ലർ ഹിന്ദി ചലച്ചിത്രമാണ് സ്റ്റോളൻ. ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പുറത്തു വന്നൊരു പടമാണ്. പിന്നെ നമ്മൾ ഈ പടം മുഴുവൻ കണ്ടു കഴിയുമ്പം ഇതിലെ സംഭവങ്ങൾ കണ്ടു കഴിയാൻ നേരത്ത് നമുക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. കാരണം നോർത്തിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറം നടക്കും. പടത്തിൻ്റെ കഥയിലേക്ക് വരുമ്പം പടം തുടങ്ങുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു കാറിൻ്റെ അകത്ത് ഗൗതം എന്ന് പറഞ്ഞ ക്യാരക്ടർ തൻ്റെ അനുജനായ രമണയെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ പിറ്റേ ദിവസം അവരുടെ രണ്ടുപേരുടെ അമ്മയുടെ കല്യാണമാണ്. അങ്ങനെ ആ കല്യാണം കൂടാൻ വേണ്ടി ഈ രമൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഗൗതം സ്വന്തം ചേട്ടൻ കാത്തിരിക്കുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത്. അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീ കിടന്നുറങ്ങുവാണ്, ഒരു പിഞ്ചു കുഞ്ഞുമായിട്ട്. ആ സ്ത്രീ കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ ആ സ്ത്രീ അറിയാണ്ട് ആരോ വന്ന് ആ സ്ത്രീയുടെ അടുത്ത് ചാഞ്ഞു കിടന്ന കുഞ്ഞിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. വളരെ ക്ഷീണിതയായി ബോധം കെട്ടുറങ്ങുന്ന ഈ സ്ത്രീ ഇതറിയുന്നില്ല. പെട്ടെന്ന് കുറച്ച് നിമിഷത്തിന് ശേഷം ഈ സ്ത്രീ പെട്ടെന്ന് എണീക്കാൻ നേരത്ത് തൻ്റെ അടുത്ത് കിടന്ന ആ കുഞ്ഞിനെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കി അവരവിടെ ഭ്രാന്തമായിട്ട് ഓടി നടന്ന് ബഹളം വയ്ക്കുന്നു. ഈ സ്ത്രീയുടെ പേര് ജുംബ എന്നാണ്. ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കുഞ്ഞിൻ്റെ പേര് ചമ്പ. അവരൊരു ട്രൈബൽ വുമണാണ്. അങ്ങനെ നിസ്സഹായയായി വളരെ സങ്കടപ്പെട്ട് അതിലൂടെ കുഞ്ഞിനെ തേടി ഒച്ച വെച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞിൻ്റെ മങ്കി ക്യാപ്പും പിടിച്ചുകൊണ്ട് നമ്മുടെ ഗൗതമിൻ്റെ അനിയൻ രമൺ നിൽക്കുന്നത് ഈ സ്ത്രീ കാണുന്നു. പെട്ടെന്ന് രമണിൻ്റെ നേരെ ചുംബ ഓടിച്ചെന്ന് രമണിൻ്റെ ഷർട്ടെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെവിടെ, നീയാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ആളെ കൂട്ടുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും ഓടി വന്ന് രമണിൻ്റെ നേരെ വഴക്കുണ്ടാക്കാൻ പല കാരണങ്ങളാണ്. കാരണം ആ പ്രദേശത്ത് ഇതിനു മുമ്പും കുട്ടികളെ തട്ടിക്കൊണ്ടു പോയ തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് രമണിനെ നേരെ വഴക്കിടുകയും ആരൊക്കെയോ ഇത് ഫോണിൽ ക്യാമറയിൽ വീഡിയോ എടുത്ത് ലൈവ് വരെ ഇടുക വരെ ചെയ്യുകയുണ്ടാകും. അപ്പം ഈ സീനൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന, പ്രത്യേകിച്ച് നോർത്തിലൊക്കെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ ഒരു സംഭവം നടന്നാൽ ഒരാളെ ആക്രമിക്കുമ്പോൾ ആ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാണ്ട് ഫോണിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. ഈ സംഭവം നടക്കുന്നതിൻ്റെ ഇടയിൽ ഗൗതം ഈ ഒച്ച കേട്ട് അങ്ങോട്ട് ഓടി ചെല്ലുമ്പം രമണിനെയാണ്, അവൻ്റെ അനുജനെയാണ് ഇതിൽ ആക്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് ഓടി ചെല്ലാൻ നേരത്ത് അവന് സംഭവം എന്തെന്ന് മനസ്സിലായി. അവൻ ആ സ്ത്രീയോട് പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ആൾക്കാരല്ല, ഇവൻ ഇപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങിയേ ഉള്ളൂ, ഞാൻ അവൻ്റെ ചേട്ടനാണ്, ഞങ്ങൾ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടും ഈ സ്ത്രീ വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് രണ്ട് പോലീസുകാർ വരുന്നു. ആ പോലീസുകാരിൽ മെയിനായിട്ടുള്ള ആളാണ് പണ്ഡിറ്റ്ജി എന്ന അഭിസംബോധന ചെയ്യുന്ന പോലീസുകാരൻ ഇവരോട് കാര്യം തിരക്കുമ്പോൾ ഇവർ വളരെ സൗമ്യമായി പറയുന്നു, സാറേ, ഞങ്ങളുടെ അമ്മയുടെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്, ഇതെൻ്റെ അനുജനാണ് രമൺ എന്ന് ഗൗതം പോലീസുകാരനോട് വളരെ സൗമ്യമായിട്ട് പറയുന്നു. രമൺ എന്നിട്ട് പറയുന്നു, സാറേ, ഞാനിപ്പോൾ ട്രെയിനിൽ വന്നിറങ്ങിയുള്ളൂ, എൻ്റെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു, ഇതായിരുന്നു എൻ്റെ ട്രെയിൻ നമ്പർ, ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, ഞാൻ ട്രെയിനിൽ നിന്ന് വന്നിറങ്ങി നേരെ ആ പയ്യൻ നടത്തുന്ന ചായക്കടയിൽ പോയി ഒരു ചായ കുടിച്ച് തിരിച്ചിങ്ങ് വന്നപ്പോൾ ഈ നിലത്ത് കിടക്കുന്ന ഈ മങ്കി ക്യാപ്പ് എടുത്ത് ഞാൻ ചുമ്മാ നോക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ സ്ത്രീ തെറ്റിദ്ധരിച്ച് എൻ്റെ അടുക്കൽ വന്ന് വഴക്കിട്ടതാണെന്നുള്ള സത്യാവസ്ഥ പറയുന്നു. സംശയമുണ്ടെങ്കിൽ ആ പയ്യനോട് ചോദിച്ചു നോക്കാമെന്ന് രമൺ വളരെ വിനീതനായി പറയുന്നു. അങ്ങനെ ഈ പോലീസുകാരൻ പണ്ഡിറ്റ്ജി ഈ പയ്യനോട്, ചായക്കട നടത്തുന്ന ആ പയ്യനോട് ചോദിച്ചപ്പോൾ സംഭവമല്ല ശരിയാണെന്ന് അവൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ സ്ത്രീ, ജുംബ എന്ന് പറഞ്ഞ സ്ത്രീ, വളരെ അസ്വസ്ഥയാകുന്നു. അവൾക്ക് സങ്കടം സഹിക്കുകയാണ്ട് അവൾ അലറിക്കാറുന്നു. പോലീസുകാരനോട് വളരെ ദയനീയമായിട്ട് അവൾ ചോദിക്കുന്നു, സാർ, എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ച് തരണം. ഇതിനിടെ നമ്മുടെ രമണിന് ഈ ചായക്കട നടത്തുന്ന പയ്യനെ ചെറിയൊരു സംശയം തോന്നി. അവൻ പോലീസുകാരനോട് ചെന്ന് പറയുന്നു, സാറേ, ആ പയ്യൻ ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ സാറിനോട് പറയുന്നതിൻ്റെ ഇടയിൽ അവൻ ഫോൺ എടുത്ത് പരുങ്ങുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് അവൻ തെളിവ് പറയുന്നു. അങ്ങനെ ഈ പോലീസുകാരൻ ഈ പയ്യനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഇതിനിടെ ഗൗതം രമണിനെ മാറ്റി നിർത്തി പറയുന്നു, എടാ, നമുക്ക് നാളെ കല്യാണം കൂടേണ്ടതാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്, അതുകൊണ്ട് നമുക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വീട് പിടിക്കണം.
അങ്ങനെ ഇവർ ഈ പറയുന്നതിൻ്റെ ഇടെ പോലീസുകാരൻ ചെന്ന് ഈ പയ്യനെ ചോദ്യം ചെയ്യുന്നു. പോലീസുകാരൻ്റെ വിരട്ടലിനിടെ പയ്യൻ പേടിച്ച് സത്യം തുറന്നു പറയുന്നു. ഒരു സ്ത്രീയാണ് ഈ ജുംബയുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയുന്നു. ആ സ്ത്രീയെ എനിക്ക് 2 ആഴ്ച പരിചയമുള്ളൂ. അവൾ ഇവിടെ വന്ന് എന്നോട് സൗഹൃദം സ്ഥാപിച്ച് ഞാൻ ചെയ്യുന്ന ക്രൈമുകൾക്കുമൊക്കെ കൂട്ടുനിൽക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു 2 ആഴ്ചത്തെ പരിചയമുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ പോലീസുകാരനെ അവനെ അറസ്റ്റ് ചെയ്ത് ആ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഈ പയ്യൻ പറയുന്നു ആ സ്ത്രീ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ആ പയ്യൻ പറയുന്നു. പെട്ടെന്ന് ആ സ്ഥലത്തിന്റെ പേര് കേട്ട് പോലീസുകാരനൊന്ന് വിറയ്ക്കുന്നു. ഇവൻ ഈ വിവരം ചെന്ന് ഗൗതമിനോടും കരണിനോടും പറയുന്നു. ആ സ്ഥലപ്പേര് കേട്ട് ഗൗതമും ഒന്ന് വിറയ്ക്കുന്നു. കാരണം ആ സ്ഥലത്തേക്ക് പോകാൻ ആരും പേടിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ആ നാട്ടിലെ ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിട്ടാണ് ആ നാട്ടുകാരും അവിടെയുള്ള പോലീസുകാരടക്കം എല്ലാവരും കരുതുന്നത്. കാരണം അത്രയധികം ക്രിമിനൽസും പ്രേതബാധകളും ഉണ്ടെന്ന് വരെ പറയുന്ന സ്ഥലവും അതോടൊപ്പം തന്നെ അവിടെ അടങ്ങി വാഴുന്നത് ആ നാട്ടിലെ തന്നെ അതിഭയങ്കരമായ ക്രിമിനൽസുകളാണ്. അതുകൊണ്ട് പോലീസുകാർക്ക് അങ്ങോട്ടൊരു വലിയ ഫോഴ്സ് ഇല്ലാണ്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ സ്ത്രീ ആരാണെന്താണെന്നും ഇവർക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഇല്ലാത്തത് കാരണം ഇവർക്കൊരു ഫോഴ്സിനെ ലഭിക്കാനൊട്ട് പറ്റത്തുമില്ല. കാരണം കൃത്യമായ തെളിവുകളില്ലാതെയൊന്നും പോലീസുകാർ ഈ കേസിൽ ഇടപെടത്തില്ല. അങ്ങനെ ഈ പോലീസുകാരൻ നിസ്സഹായനായി നിൽക്കുകയാണ്. ഈ സമയം നോക്കി ഗൗതം രമണിന്റെ അടുക്ക ചെന്ന് പറയുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്കൂട്ടാകാം, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ഇവർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് രമണിന് ഈ സ്ത്രീയോട് വളരെ അനുകമ്പ തോന്നുന്നു. രമൺ പെട്ടെന്ന് ചേട്ടനോട് പറയുന്നു, ചേട്ടാ നമുക്കിതിൽ ഇടപെടണം, നമ്മളിതിൽ സാക്ഷികളാണ്, ആ സ്ത്രീക്ക് വേറെ സഹായിക്കാൻ ആരുമില്ല, നമുക്കിതിൽ ഇടപെട്ടേ പറ്റൂ എന്ന് പറയുന്നു. ഗൗതം രമണിനോട് ദേഷ്യപ്പെടുന്നു. പക്ഷേ ഗൗതമിന്റെ വാക്കുകൾക്ക് രമൺ വില കൽപ്പിക്കാതെ പോലീസുകാരൻ്റെ അടുക്കൽ ചെന്ന് രമൺ ദേഷ്യപ്പെടുകയാണ്. ഈ നാട്ടിൽ ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് നിങ്ങൾ പോലീസുകാർ ഇടപെട്ടില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സാർ എന്തൊക്കെ പറഞ്ഞാലും ആ സ്ഥലത്തേക്ക് പോയേ പറ്റൂ, ഞങ്ങളും കൂടെ വരാമെന്ന് പറയുന്നു. അങ്ങനെ ഈ രമണിന്റെ ഈ ഭീഷണിക്ക് പോലീസുകാരന് വഴങ്ങേണ്ടി വരുന്നു. കാരണം അവനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോലീസുകാർക്ക് ക്ഷീണമായതിനാൽ രമണിന്റെ വാക്കുകൾക്ക് പണ്ഡിറ്റ് ജിക്ക് ചെവി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ രമണും ഗൗതമും ജുംബയും ഈ 2 പോലീസുകാരും കൂടി ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോലീസുകാർ 2 പേരും മുമ്പേ പോയി. രമണും ഗൗതമും ജുംബയും കൂടി ഗൗതമിന്റെ കാറയിൽ പോലീസുകാരെ പിന്തുടർന്ന് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ദുരൂഹത നിറഞ്ഞ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയിൽ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ പോലീസുകാരെ കാണാതെ വരുന്നു. അങ്ങനെ ഇവർ വഴി തപ്പി പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഫോറസ്റ്റുകാർ ഇവരെ പിടിച്ചു നിർത്തിയിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഗൗതം പെട്ടെന്ന് ചൂടായി ഫോറസ്റ്റുകാരോട് ചോദിക്കാൻ നേരത്ത് ഫോറസ്റ്റുകാർ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളാണ് ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി, ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ കാല് പിടിച്ചു പറഞ്ഞു, സാറേ അത് ഞങ്ങളല്ല, ആ സ്റ്റേഷനിൽ നിന്ന് ആരോ അറിയാണ്ട് അബദ്ധത്തിൽ വീഡിയോ എടുത്തതാണ്, ഞങ്ങളല്ല, ഈ സ്ത്രീയുടെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് പറഞ്ഞിട്ടൊന്നും അവർ വില കൽപ്പിക്കുന്നില്ല. ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇവർക്ക് മുമ്പേ പോയ പണ്ഡിറ്റ്ജിയും അവരും മറ്റേ പോലീസുകാരനോട് വന്ന് പെട്ടെന്ന് സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞ് ഇവരെ അവിടെ നിന്ന് മോചിപ്പിച്ച് വീണ്ടും അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇരുളടഞ്ഞ ആ വലിയ കെട്ടിടത്തിലേക്ക് അവർ ചെന്നെത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ ഗൗതമിന് വളരെ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി. ഗൗതം രമണിനോട് പറയുന്നു, എടാ നമുക്കിവിടെ നിന്നാൽ മതി, ആ സ്ത്രീയും പോലീസുകാരും പോയി അവിടെ പോയി നോക്കിക്കോളും, നമുക്ക് പറ്റിയ സ്ഥലമല്ല, എന്ത് അപകടം ഉണ്ടാകും, അതുകൊണ്ട് നീ ഇവിടെ നിന്നാൽ മതി എന്ന് അനുജനോട് പറയുമ്പോൾ ചേട്ടൻ്റെ വാക്ക് വില കൽപ്പിക്കാതെ രമൺ ചുംബ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കൂടെ പോലീസുകാരോടൊപ്പം അങ്ങോട്ട് കയറി പോവുകയാണ്. പക്ഷേ ഗൗതം പോകുന്നില്ല. ഗൗതം ഇവരെ വെയിറ്റ് ചെയ്ത് ഇവർ വന്ന് നിന്ന് ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. വല്ലാണ്ട് ഇരുട്ടാണ്. ഫോണിൻ്റെ ടോർച്ച് ഉപയോഗിച്ച് അവരവിടെ മൊത്തം പരതുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു സ്ത്രീയെ അവരുടെ കണ്ണിൽപ്പെടുകയും ഇവരെ കണ്ട് പേടിച്ച് ആ സ്ത്രീ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ നേരെ ഈ സ്ത്രീ ചെന്നെത്തുന്നത് ഗൗതമിൻ്റെ അടുക്കലേക്കാണ്. പെട്ടെന്ന് പോലീസുകാരൻ പറയുന്നു, അവളെ പിടിച്ചു നിർത്ത്, അവൾ ഇതിൻ്റെ അകത്തൊരു വിറ്റ്നസ്സാണെന്ന് പറയും. അങ്ങനെ അവൾ ഓടുന്നതിനിടെ പെട്ടെന്ന് അവിടെ കണ്ട ഒരു പലക കഷ്ണം എടുത്ത് ഗൗതം ആ സ്ത്രീയുടെ നേരെ വലിച്ചെറിയുന്നു. പെട്ടെന്ന് തട്ടി വീണ് അവൾ ഒരു പൊട്ടക്കിണറ്റിൽ വീഴുന്നു. പെട്ടെന്ന് പോലീസുകാർ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ കുഴിയിൽ വീണ് ആ സ്ത്രീ മരിച്ചു പോകുന്നു. അങ്ങനെ പണ്ഡിറ്റ്ജി ഗൗതമിനോട് പറയുന്നു, എടാ നിന്നോടൊക്കെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ ഈ കേസിൽ ഇടപെടണ്ടെന്ന്, ഇപ്പോൾ നീ ഒരു കൊലക്കേസിലെ പ്രതിയാണ്, ആ സ്ത്രീ ക്രിമിനൽ ആവുകയോ അല്ലാതിരിക്കുകയോ ചെയ്യും, പക്ഷേ എന്നിരുന്നാലും നീ ഇതിൻ്റെ അകത്ത് പെടും,
നിന്റെ 10-15 വർഷം പോയി കിട്ടൂടാന്ന് പറയും. അങ്ങനെ ഗൗതം വളരെ അസ്വസ്ഥനാകുന്നു. അവനൊരു സൈക്കോ ലെവലിലേക്ക് ആവുന്നു. ഇതിലേക്കെല്ലാം ഒരാവശ്യമില്ലാണ്ട് വലിച്ചിഴച്ച അവൻ്റെ അനുജന് നേരെ അവൻ രോഷം പൂണ്ടുന്നു. അങ്ങ് അവർ തമ്മിൽ വല്ലാണ്ട് വഴക്കുണ്ടാക്കുകയും നീ കാരണമാണ് ഇതിൽ ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ വഴക്കുണ്ടാക്കുന്നു. രമൺ വളരെ അസ്വസ്ഥനായി സങ്കടപ്പെട്ട് രമൺ ചേട്ടനോട് പറയുകയാണ്, ചേട്ടാ നിങ്ങൾക്കെല്ലാം ഉണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. എനിക്കെന്തുണ്ട്? എനിക്കെല്ലാം നഷ്ടപ്പെട്ടവനാണ്. എനിക്ക് ഈ സ്ത്രീയുടെ കൂടെ നിന്നേ പറ്റൂ. ചേട്ടന് പോകണമെങ്കിൽ പോകാം, പക്ഷെ ഞാൻ ഇവിടെ ഇവരുടെ കൂടെ നിന്ന് സഹായിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ ഗൗതം നിസ്സഹായനായി രമണിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടി വരുന്നു. കാരണം അവൻ തന്റെ അനുജനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രമണനെ സഹായിക്കാൻ വേണ്ടി ഗൗതവും കൂടെ നിൽക്കുന്നു. ഇതിനിടെ പോലീസുകാർക്ക് ഒരു മെസ്സേജ് വരുന്നു. ഇവരുടെ കൂടെയുള്ള ചുംബ എന്ന് പറഞ്ഞ സ്ത്രീ ഈ ചമ്പ എന്ന് പറഞ്ഞ കുട്ടിയെ ആ സ്ത്രീയുടെ, അതായത് ജുംബയുടെ മുതലാളിയുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നതാണെന്നുള്ള ഒരു വാർത്ത പോലീസിൽ നിന്ന് മെസ്സേജ് പണ്ഡിറ്റ്ജിക്ക് വരുന്നു. പെട്ടെന്ന് പണ്ഡിറ്റ്ജി വന്ന് ഗൗതമിന്റെ അടുക്ക് പറയുന്നു, ആ സ്ത്രീ യഥാർത്ഥത്തിൽ കള്ളിയായിരുന്നു, ആ സ്ത്രീയാണ് ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് ഇത് കേൾക്കുന്ന ചുംബ ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഗൗതം വന്ന് രമണിന്റെ അടുക്ക് പറഞ്ഞു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ, ചേട്ടൻ പറഞ്ഞ മനസ്സിലായില്ലേ, ഈ കേസിൽ ഇടപെടണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് രമണിനോട് വഴക്കിടുന്നു. അങ്ങനെ പോലീസുകാർ ആ സ്ത്രീയെ തെരഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഗൗതമിനോട് പോലീസുകാരൻ പറയുന്നു, എടാ നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടും, ഈ പ്രശ്നത്തിൽ ഇടപെടാണ്ടിരിക്കുക, നീ ഇപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയാണെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ രമൺ പോലീസുകാരന് കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്ത് ആ കേസ് സോൾവ് ആക്കുന്നു. പൈസ കിട്ടിയ സന്തോഷത്തിൽ പോലീസുകാരൻ പറയുന്നു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുക, ആ പെണ്ണിനെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം, അവള് പെരുങ്കള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇനി ഈ കേസിൽ ഇടപെടേണ്ട, നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ ക്ലോസ് ആക്കിയിട്ടുണ്ട്, പൊക്കോളാൻ പറയുന്നു. അങ്ങനെ ഇവർ കാറായി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ രമൺ ഗൗതമിനോട് പറയുകയാണ്, ചേട്ടാ ആ പെണ്ണ് യഥാർത്ഥത്തിൽ പോലീസുകാർ പറയുന്ന പോലെ കള്ളിയല്ല, അത് അവളുടെ മകള് തന്നെയാണ് എന്ന് പറയുന്നു. ഗൗതം വഴക്കിടുന്നു, എടാ പോടാ, നീ ഇനിയും കുഴിയിൽ ചെന്ന് ചാടാനാണെന്ന് പറയുന്നു. പക്ഷെ രമൺ വീണ്ടും ഉറപ്പ് പറയുന്നു, ചേട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ആ സ്ത്രീ നിരപരാധിയാണ്, ആ സ്ത്രീയുടെ കുഞ്ഞ് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ രമൺ പറയുന്നു, നമ്മുടെ കൂടെ കാറയിൽ അവളുണ്ട്, അവൾ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ചേട്ടൻ ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കരുതെന്ന് പറയുന്നു. പെട്ടെന്ന് പുറകില് ചുംബ ഇരിക്കുന്നത് ഗൗതം കാണുകയും അവളെ കാറിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങുകയും ചെയ്യുന്നു. പെട്ടെന്ന് ജുംബ അവളുടെ വയറ് കാണിച്ചു കൊടുക്കുന്നു. പ്രസവത്തിന് ശേഷമുള്ള വയറ് കണ്ടത് ഗൗതമിന് ഏറെക്കുറെ വിശ്വാസമായെങ്കിലും പോലീസുകാരങ്ങനെ പറഞ്ഞതിനാൽ അവളെ വീണ്ടും സംശയിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ജുംബ സത്യം തുറന്നു പറയുന്നു, ഞാൻ 2 കുഞ്ഞുങ്ങളെയാണ് പ്രസവിച്ചത്, എൻ്റെ ഗർഭപാത്രം വാടകയ്ക്കിടുകയായിരുന്നു, അതിൽ ഇന്ന ഒരു സ്ത്രീക്കാണ് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ കൊടുത്തത്, മറ്റേ കുഞ്ഞിനെ എനിക്ക് ദൈവം തന്നതാണ്, അതാണ് എൻ്റെ ചമ്പ, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന കേസുകൾ ഒരുപാട് നടക്കുന്നതാണ്, എൻ്റെ കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടു പോയതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, നിങ്ങളും കൂടി കൈവെടിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നു. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ ഗൗതമിനും മനസാക്ഷിക്കുത്ത് വരുന്നു. അനുജൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ജുംബയെ സഹായിക്കാമെന്ന് വാക്കു കൊടുക്കുന്നു. അങ്ങനെ ഇതിനിടെ ആ സ്ഥലത്ത്, ആ ശപിക്കപ്പെട്ട ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ ഒരാളുടെ അഡ്രസ്സ് ചുംബയ്ക്ക് കിടന്ന് കിട്ടുന്നുണ്ട്. ആ അഡ്രസ്സ് ഗൗതമിനെ കാണിക്കുന്നു. അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് കാറെ യാത്രയാവുകയാണ്. അങ്ങനെ അവിടെ ചെല്ലാൻ നേരത്ത് അവിടെയുള്ള ആൾക്കാർ പെട്ടെന്ന് ഈ വണ്ടിയും ഇതിലുള്ള ആൾക്കാരെയും കണ്ട് സംശയിക്കുന്നു. പെട്ടെന്ന് അവിടെയുള്ള 1-2 ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ ഫോണിലെടുത്ത് ഈ വീഡിയോ കാണിക്കുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ സംഭവം എടുത്ത ആ വീഡിയോ. കാരണം ആ വീഡിയോയ്ക്കകത്ത് ഇവരാണ് കുറ്റവാളികൾ എന്നുള്ള രീതിയിലാണ് പബ്ലിക്കിലേക്ക് ഇത് പടർന്നിരിക്കുന്നത്. പെട്ടെന്ന് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഇവരെ വളഞ്ഞിട്ട് ഓടിക്കുകയാണ്. അവർ വണ്ടിയെ തുരുതുരാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പല സ്ഥലത്ത് ചെന്നിട്ടും അവർക്കൊരു രക്ഷയും കിട്ടുന്നില്ല. അങ്ങനെ ആ ഗ്രാമത്തിലെ പല സ്ഥലത്തുകൂടി അവർ പോയിട്ടും അവർക്ക് ഈ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കൂട്ടമായിട്ട് അവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിലും അത്രയധികം പേടിപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നോർത്തിലെ ലോക്കൽ ഏരിയയിൽ സംഭവിക്കുന്നത്. ഒരാളെ കൊന്നാൽ പോലും ആരും ചോദിക്കാൻ വരില്ല. അത്രയധികം ലോക്കൽ ഗാങ്സ്റ്റേഴ്സ് അടങ്ങുന്ന ഗ്രാമത്തിലാണ് അവർ ചെന്നെത്തിയത്. അങ്ങനെ അവർ പല സ്ഥലത്തേക്കും പോകുമെങ്കിലും അവർ ചെന്നെത്തുന്നിടത്തെല്ലാം ജനങ്ങൾ അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വളരെ അപകടകരമായ തലങ്ങളിലൂടെ അവർ രക്ഷപ്പെട്ടു വരുമ്പോൾ അറിയാണ്ട് രമണിന് വെടി ഏൽക്കുന്നു.
ഈ വെടിയേൽക്കലിൽ രമണിന് മരണതുല്യമായിട്ടുള്ള അപകടത്തിലേക്ക് ചെന്നെത്താമെന്ന് ഗൗതം മനസ്സിലാക്കുന്നു. ഈ നാട്ടുകാര് ഇത്രയും പേര് ഇവരെ ആക്രമിക്കാൻ കൊല്ലാൻ വരുന്നത് സഹിക്കവയ്യാതെ ഗൗതമിന് അവന്റെ കാറ് ആ നാട്ടിൽ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാരണം ആ കാറിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ കാറ് തിരിച്ചറിഞ്ഞ് ഇവരെ കൊല്ലുമെന്നുള്ള കാര്യം ഗൗതമിന് ഉറപ്പായി. അങ്ങനെ കാറ് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ച് അവര് 3 പേരും കൂടി ആ ഗ്രാമത്തിൽ തന്നെ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ അവർ അഭയം പ്രാപിക്കുന്നു. ഇതിനിടെ ഗൗതമും രമണും വല്ലാണ്ട് ക്ഷീണിതരാകുന്നു. അവർക്ക് 2 പേർക്കും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് രമണിനെ എങ്ങനെയെങ്കിലും ഗൗതമിനെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. കാരണം തൻ്റെ സഹോദരനെ അവൻ അത്രയധികം സ്നേഹിക്കുന്നു. ഇതിനിടെ ജുംബ തൻ്റെ കുഞ്ഞിനെ കാണാണ്ട് ഉള്ള അസ്വസ്ഥതയിൽ അവൾ അതിലെല്ലാം പരതി നടക്കുന്നു കുഞ്ഞിനെ തേടി. ആ തേടി നടക്കുന്ന ഇടയിൽ ജുംബയുടെ നേരെ ആൾക്കാർ ആക്രമിക്കുന്നു. അവൾ അതിനെല്ലാം തരണം ചെയ്ത് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അവൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അടുക്കൽ കാര്യം പറയുന്നു. ആ ഡോക്ടറിൻ്റെ അടുക്കൽ പറയുന്നു, അച്ചയലാൽ എന്ന് പറഞ്ഞ ഒരാളുടെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അച്ചയലാലാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ആളെ തേടിയാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളല്ലാണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കുഞ്ഞാണ് ചമ്പ എന്ന് ഈ ഡോക്ടറോട് പറയുന്നു. അങ്ങനെ ആ ഡോക്ടർ ആ അഡ്രസ്സ് വാങ്ങിക്കാൻ നേരത്ത് ആ ഡോക്ടർ പറയുന്നു, ഈ ആളെ എനിക്കറിയാം. ഈ ആളെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ തന്നെ ആംബുലൻസ് ഡ്രൈവറാണെന്ന് ഞെട്ടലോടെ കൂടി ആ ഡോക്ടർ ജുംബയോട് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടെ അനുജനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ മരിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ഗൗതം അനുജനെ ആ കെട്ടിടത്തിൻ്റെ ഒരു മറവിൽ ഒളിച്ചിരുത്തിയിട്ട് രഹസ്യമായി എവിടുന്നെങ്കിലും ഒരു വണ്ടി കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പുറത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് നാട്ടുകാരുടെ ഇടയിൽ ഗൗതം പെടുന്നു. അങ്ങനെ അവര് ഗൗതമിനെ അടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. ആൾക്കൂട്ട കൊലപാതകമെന്ന് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വന്തം ചേട്ടനെ അടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു എന്നുള്ള കാര്യം എങ്ങനെയോ രമണ ഉൾവിളിയുണ്ടായി. ചേട്ടനോടുള്ള സ്നേഹം മതിയായതിനാൽ അവൻ അത്രയും വയ്യെങ്കിലും അവൻ ഒരു വിധത്തിൽ എണീറ്റ് അവൻ്റെ ജ്യേഷ്ഠനെ തേടി ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തു കിടക്കുകയാണ്. ഇതിനിടെ ഗൗതമിനെ കൊല്ലുന്ന അവസ്ഥയിൽ ജനങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് പണ്ഡിറ്റ്ജി എങ്ങനെയോ ഇവരുടെ വിവരമറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നെത്തുന്നു. പണ്ഡിറ്റ്ജി ഒരു വിധത്തിൽ ഈ ജനങ്ങളെല്ലാം പിടിച്ചു മാറ്റി ആ ജനങ്ങളോട് പറയുന്നു, ഇവരല്ല ഇത് ചെയ്തത്, ഇവനെ ചെയ്ത് വേറെ ആളാണ്, ഇവർ ആ സ്ത്രീയെ സഹായിക്കാൻ വന്നതാണെന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്നിട്ട് പണ്ഡിറ്റ്ജി ഗൗതമിനോട് ചോദിക്കുന്നു, നിന്റെ അനുജനെവിടെ? അപ്പോൾ ഗൗതം പറഞ്ഞു, അവനിപ്പോൾ തന്നെ മരിക്കും സാറേ, അവനെ ഞാനൊരു സ്ഥലത്ത് ഒളിപ്പിച്ചിരുത്തിയിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ വിളിച്ച് അവനെ രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നു. അങ്ങനെ അവർ ആ കെട്ടിടത്തിലേക്ക് പോകാൻ നേരത്ത് അനുജനെ കാണുന്നില്ല. പെട്ടെന്ന് അനുജനെ തേടി അവരലഞ്ഞു കിടക്കാൻ നേരത്ത് അവൻ മരിച്ച പോലത്തെ ഒരു അവസ്ഥയിൽ ആ നാട്ടിൽ തന്നെ ഒരു തെരുവിൽ വീണ് കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ടൊരു ആംബുലൻസ് വരുന്നു. പണ്ഡിറ്റ്ജി ഗൗതമിനോട് പറയുന്നു, നീ നിന്റെ അനുജനെ സുരക്ഷിതമായിട്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക, ഈ ആംബുലൻസുകാരൻ നിന്നെ അവിടെ എത്തിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പണ്ഡിറ്റ്ജി ജുംബയെ തേടി തിരിച്ചു പോകുന്നു. ഗൗതമിനെയും രമണിനെയും ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്നു. ഈ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രക്കിടയിൽ രമണിന്റെ പോക്കറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അഡ്രസ്സ് ഗൗതം വായിച്ചു നോക്കുന്നു. അത് ജുംബായ്ക്ക് കിട്ടിയ അതേ അഡ്രസ്സാണ്. അച്ചയലാൽ എന്ന് പറഞ്ഞ ഒരാളുടെ അഡ്രസ്സാണ്. ആ ആളാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഗൗതം അതിനോടകം മനസ്സിലാക്കുന്നു. പതിയെ ഈ ആംബുലൻസുകാരനെ ഗൗതം നോക്കാൻ നേരത്ത് ആംബുലൻസുകാരൻ്റെ ബാഡ്ജയിൽ എഴുതി വെച്ചിരിക്കുന്നു അച്ചയലാൽ. അപ്പോൾ ഗൗതം മനസ്സിലാക്കുന്നു, ഇവനാണ് യഥാർത്ഥത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെന്ന്. പക്ഷേ അവൻ ഒച്ച വയ്ക്കുന്നില്ല. കാരണം ഒച്ച വയ്ക്കാൻ പോലും വയ്യാത്തത്രയും ശാരീരികമായി അവൻ തളർന്നിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറുടെ അടുക്കൽ അവൻ്റെ അനുജനെ കയറ്റി അനുജന്റെ ജീവൻ രക്ഷപ്പെടുത്താമെന്ന് ഉറപ്പു വന്നതിന് ശേഷം അവൻ ഈ അച്ചയലാൽ എന്ന് പറഞ്ഞ ആംബുലൻസ് ഡ്രൈവറുടെ പുറകെ പോകുന്നു. ആ സമയം കൊണ്ട് അച്ചയലാൽ ഇങ്ങനെ ഈ ജുംബ അച്ചയലാലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ഹോസ്പിറ്റൽ അധികൃതരെ വിവരം അറിയിച്ചത് മനസ്സിലാക്കി അച്ചയലാൽ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗതം അയാളുടെ പുറകെ ചെന്ന് ഒച്ച വയ്ക്കുന്നു. അച്ചയലാൽ പക്ഷേ പറയുന്നു, ഞാൻ നിങ്ങളെ ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ അച്ചയലാൽ തട്ടിക്കൊണ്ടുപോയ ചമ്പായെ ഒരു ഡോക്ടർ ഫാമിലിക്ക് വിറ്റ് അവരെ അവിടുന്ന് കടത്തിവിടാനുള്ള ശ്രമത്തിലായിരുന്നു.
ഗൗതം അത് ഇടപെട്ട് നാട്ടുകാരെയും അവിടെ കൂടിയിരുന്നവരെല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു, ഇവനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നവൻ, ഈ കുട്ടി ഇവരുടെ ഈ ഡോക്ടർ കപ്പിളിൻ്റെ കുട്ടിയല്ല, ഇത് ജുംബ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കുട്ടിയാണെന്ന് പറയുന്നു. അവൻ തെളിവുകൾ കാണിക്കുന്നു. പെട്ടെന്ന് നാട്ടുകാർ ബഹളം വയ്ക്കുന്നു, അവരെ പിടിച്ചു നിർത്തുന്നു. ആ സമയത്ത് തന്നെ പണ്ഡിറ്റ്ജി അങ്ങോട്ട് ജുംബായും കൊണ്ട് കടന്നു വരുന്നു. ജുംബ കാറിലിരിക്കുന്ന കുഞ്ഞ് തൻ്റേതാണെന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ് അവൾ ചമ്പായെ എടുത്ത് ഒരുപാട് ഉമ്മകൾ വയ്ക്കുന്നു. അങ്ങനെ അവൾ നന്ദിപൂർവം ഗൗതമിനെ നോക്കുന്നു. ഗൗതം ആശ്വാസവാനായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഗൗതമും രമണും ചെയ്ത ആ വലിയ ഉപകാരത്തിൽ നന്ദിയുള്ളവളായി ജുംബ അവരോട് യാത്ര പറഞ്ഞ് തൻ്റെ കുഞ്ഞുമായിട്ട് തിരിച്ചു പോവുകയാണ്. ഗൗതം തൻ്റെ അനുജൻ കിടക്കുന്ന ICUയിലേക്ക് പോയി അനുജനെ കാവലിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കിട്ടിയ സന്തോഷത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി 2023 വെനീസ് ഫിലിം ഫെസ്റ്റിവലിലാണ് ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലും പങ്കെടുക്കുകയുണ്ടായി. ഏതൊരു സിനിമാ പ്രേമിക്കും ധൈര്യമായി കാണാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ തന്നെയാണ് കരൺ തേജ്പാൽ സംവിധാനം ചെയ്ത സ്റ്റോളൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.